കിരീടം താഴെ വെച്ച് കീഴടങ്ങുന്നു. ജസ്റ്റിൻ ട്രൂഡോയുടെ അപ്രതീക്ഷിത നീക്കം അവിശ്വാസ പ്രമേയം നടക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സ്വന്തം പാളയത്തിൽ നിന്ന് പോലും പിന്തുണ നഷ്ടപ്പെടുന്നു എന്നായപ്പോൾ വേറെ വഴിയില്ലെന്നായി. പിന്നാലെ വന്നു അടുത്ത തലവേദന. സംഭാവന അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റിന്റേതാണ്. കാനഡയെ US-ന്റെ 51ാമത്തെ സ്റ്റേറ്റാക്കി മാറ്റാനുള്ള ആഗ്രഹം പരസ്യമാക്കി ട്രംപ്. ഇന്ത്യക്കെതിരായ ട്രൂഡോയുടെ വിവാദ ആരോപണങ്ങളാണ് അദ്ദേഹത്തിന്റെ പതനത്തിന് പിന്നിലെ പ്രധാന കാരണമെന്നും പറയപ്പെടുന്നു. പുതിയ വർഷം കാനഡയെ കാത്തിരിക്കുന്നത് പരീക്ഷണ നിരീക്ഷണങ്ങളുടെ ദിവസമോ? പരിശോധിക്കും. ജനുവരി 6-ാം തീയതി തിങ്കളാഴ്ചയാണ് കാനഡയുടെ പ്രസിഡന്റ് ജസ്റ്റിൻ ട്രൂഡോ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കുന്നതായി പ്രഖ്യാപിച്ചത്. ഒപ്പം പാർട്ടി അധ്യക്ഷ സ്ഥാനവും ഒഴിയുന്നു. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലധികമായി ലിബറൽ പാർട്ടിയെ നയിച്ച ട്രൂഡോയുടെ പ്രഖ്യാപനം തോൽവി അംഗീകരിക്കാൻ കൂടിയല്ലേ എന്ന് ഒരു വേള ചിന്തിച്ചു പോകും. ഈ വർഷം ഒക്ടോബറിൽ കാനഡയിൽ വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് കാലമാവുകയാണ്. അതിനു മുമ്പായി നടന്ന സർവേ ഫലങ്ങളെല്ലാം കാണിക്കുന്നതോ ലിബറൽ പാർട്ടിയെ കാത്തിരിക്കുന്ന കനത്ത തോൽവിയും. കഴിഞ്ഞ മാസം ഡിസംബറിൽ നടന്ന ഒരു സർവേ ഫലവും ഇത് ശരിവയ്ക്കുന്നുണ്ട്. 2015-ൽ അധികാരത്തിലെത്തുമ്പോൾ 65% ട്രൂഡോയുടെ ജനപ്രീതി ഇനി 2025 ആകുമ്പോൾ 22% കുറഞ്ഞു. പാർട്ടിയോടുള്ള ജനങ്ങളുടെ വിശ്വാസവും ഇടിഞ്ഞു തന്നെ. ഇതോടെ ട്രൂഡോയ്ക്കെതിരെ എതിർ സ്വരങ്ങൾ പ്രത്യക്ഷത്തിൽ തന്നെ ഉയർന്നു. സ്വന്തം MP-മാർ വരെ രാജി ആവശ്യപ്പെട്ടപ്പോൾ സ്ഥിതി കൂടുതൽ ഗുരുതരമായി. ലിബറൽ പാർട്ടിയുടെ കനത്ത തോൽവി അവർ മുന്നിൽ കണ്ടു. രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് വില്ലനായത്. ട്രൂഡോയുടെ 2ാം ഭരണ കാലഘട്ടത്തിൽ തന്നെ മന്ദഗതിയിലായ സാമ്പത്തിക വളർച്ച വിമർശനങ്ങൾക്കിടയാക്കി. കുതിച്ചുയർന്ന ജീവിതച്ചെലവ്, അനിയന്ത്രിത കുടിയേറ്റം, പാർപ്പിട പ്രതിസന്ധി, തൊഴിലില്ലായ്മ, പണപ്പെരുപ്പം, വിദേശ നയങ്ങളിലെ വീഴ്ചകൾ എല്ലാം തന്നെ ട്രൂഡോയുടെ ജനപ്രീതി കുത്തനെ ഇടിയാൻ കാരണമായി. ഖാലിസ്ഥാൻ നേതാവ് ഹർദീപ് സിംഗ് നിജറിന്റെ കൊലപാതക കേസിൽ ഇന്ത്യയും കാനഡയും തമ്മിലുണ്ടായ നയതന്ത്ര യുദ്ധം ഓർമ്മയില്ലേ? പിന്നാലെ ട്രൂഡോ നടത്തിയ എസ്കേപ്പിസവും ആരും മറന്നിട്ടില്ലല്ലോ. 2021-ൽ ചെറു പാർട്ടികളുടെ പിന്തുണയോടെയായിരുന്നു ട്രൂഡോ 3ാമതും അധികാരത്തിലെത്തുന്നത്. അതിൽ ജഗ്മീത് സിംഗിന്റെ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി കഴിഞ്ഞ സെപ്റ്റംബറിൽ പിന്തുണ പിൻവലിച്ചിരുന്നു. അതോടൊപ്പം കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ ശബ്ദമുയർന്നു തുടങ്ങിയിട്ട് പിന്നാലെയുണ്ടായ ഉപപ്രധാനമന്ത്രിയുടെ രാജി കാര്യങ്ങൾ വീണ്ടും അവതാളത്തിലാക്കി. ജസ്റ്റിൻ ട്രൂഡോയുടെ സാമ്പത്തിക നയങ്ങളെ പരിഹാസ്യ രൂപേണ വിമർശിച്ചുകൊണ്ടായിരുന്നു ക്രിസ്റ്റീന ഫിൻലാൻഡിന്റെ പടിയിറക്കം. അമേരിക്കയുടെ പുതിയ പ്രസിഡന്റിനെ കൈകാര്യം ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ കഴിവിനെയും അവർ ചോദ്യം ചെയ്തു. ട്രൂഡോയ്ക്ക് ശേഷം മാറി എന്ന ചോദ്യങ്ങളിൽ ഉയർന്നു വരുന്ന പ്രധാന പേരുകളിൽ ക്രിസ്റ്റീന ഫിൻലാൻഡിന്റെ പേരുമുണ്ട്. ഇന്ത്യൻ വംശജയായ അനിത ആനന്ദാണ് സാധ്യതാ പട്ടികയിലുള്ള മറ്റൊരാൾ. ആരായിരിക്കും പുതിയ പ്രധാനമന്ത്രി എന്ന് വ്യക്തമല്ല. തൽക്കാലം തന്റെ പിൻഗാമി എത്തുന്നതുവരെ ട്രൂഡോ പ്രധാനമന്ത്രിയായി തുടരും. അവിശ്വാസ പ്രമേയം ഒഴിവാക്കാൻ ട്രൂഡോ നടത്തിയ നീക്കമാണ് രാജിയെന്ന ആരോപണവും ഉയരുന്നുണ്ട്. ഈ മാസം നടക്കാനിരുന്ന അവിശ്വാസ പ്രമേയത്തെ അതിജീവിക്കാൻ ട്രൂഡോയ്ക്കും പാർട്ടിക്കും കടമ്പകൾ ഏറെ കടക്കാനുണ്ടായിരുന്നു. മാർച്ച് 24-നാണ് അടുത്ത പാർലമെന്റ് സമ്മേളനം. ലിബറൽ പാർട്ടിക്ക് പുതിയ നേതാവിനെ കണ്ടെത്തുവാനും തിരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുവാനും കഷ്ടിച്ച് 3 മാസം കിട്ടിയില്ലേ? തിരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ ഉണ്ടെങ്കിലും സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയവുമായി കൺസർവേറ്റീവ് പാർട്ടി വന്നാൽ ഒരുപക്ഷെ തിരഞ്ഞെടുപ്പ് നേരത്തെ എത്താനും സാധ്യതയുണ്ട്. എന്തായാലും മാർച്ച് വരെ തൽക്കാലം നിലവിലെ സർക്കാർ സേഫാണ്. ഇന്ത്യയുമായി അത്ര നല്ല ടേംസിലല്ലെങ്കിലും ജസ്റ്റിൻ ട്രൂഡോയുടെ കുടിയേറ്റ നയം ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്കും തൊഴിൽ അന്വേഷകർക്കും പ്രയോജനകരമായിരുന്നു. കാനഡയിലെ ട്രൂഡോയുടെ പടിയിറക്കം തൽക്കാലം താല്പര്യത്തോടെയാണ് ഇന്ത്യ കാണുന്നത്. പുതിയ പ്രധാനമന്ത്രിയുമായി ഇന്ത്യൻ ബന്ധം മെച്ചപ്പെടുത്താനുള്ള അവസരങ്ങൾ ഇന്ത്യ നോക്കിക്കാണുന്നുണ്ട്. അതിനിടെ വിഷയത്തിൽ ഇപ്പോൾ ഏറെ ചർച്ചയാകുന്നത് ട്രംപിന്റെ ഒരു പോസ്റ്റാണ്. ഓ കാനഡ എന്ന തലക്കെട്ടോടെ അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഇട്ട ഒരു പോസ്റ്റ്. കാനഡയുടെ ഒപ്പം ചേർത്ത അമേരിക്കയുടെ ഒരു മാപ്പ്. ഡെമോക്രാറ്റിക് പ്രസിഡന്റുമാരുമായി നല്ല ബന്ധം നിലനിർത്താൻ ട്രൂഡോയ്ക്ക് സാധിച്ചിരുന്നുവെങ്കിലും പക്ഷേ ഡൊണാൾഡ് ട്രംപിനെ വിശ്വാസത്തിലെടുക്കുന്നതിൽ പരാജയപ്പെട്ടു. കാനഡയുമായുള്ള വ്യാപാര യുദ്ധത്തിനുള്ള കാഹളം ട്രംപ് നേരത്തെ മുഴക്കിയിരുന്നു. അധികാരത്തിലെത്തിയാൽ ആദ്യം തന്നെ കാനഡയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ചരക്കുകൾക്ക് 25% ചുങ്കം ചുമത്തുമെന്നാണ് പ്രഖ്യാപനം. ട്രംപിനെ ഒന്ന് മയപ്പെടുത്താൻ നിയുക്ത പ്രസിഡന്റിനെ അമേരിക്കയിൽ ചെന്ന് കണ്ടെങ്കിലും ഫലമുണ്ടായില്ല. എന്നു മാത്രമല്ല, സാമൂഹ്യ മാധ്യമമായ എക്സിലൂടെ ജസ്റ്റിൻ ട്രൂഡോയെ പരിഹസിക്കാനുള്ള ഒരവസരവും ട്രംപ് പാഴാക്കാറുമില്ല. കാനഡയെ US-മായി ലയിപ്പിക്കണമെന്ന ട്രംപിന്റെ പോസ്റ്റിനെ അതേ ഇടത്തു തന്നെ ട്രൂഡോ മറുപടി നൽകിയിട്ടുണ്ട്. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നമെന്ന്. രാജ്യങ്ങൾ ലയിപ്പിക്കേണ്ട സാധ്യത പോലും നിലനിൽക്കുന്നില്ലെന്ന് ട്രൂഡോ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രിക്ക് പിന്നാലെ വിദേശകാര്യമന്ത്രിയും ട്രംപിനെതിരെ രംഗത്തെത്തി. ട്രംപിന്റെ ഈ നീക്കം ഒരുപക്ഷെ ലിബറൽ പാർട്ടി അംഗങ്ങളെ ഭിന്നതകൾ മറന്ന് ഒരുമിപ്പിക്കാൻ ചിലപ്പോൾ ഒരു കാരണമായി മാറിയേക്കാം. എന്തൊക്കെയാണ് കാനഡയെ കാത്തിരിക്കുന്ന ബാക്കി പരീക്ഷണങ്ങളെന്ന് കണ്ടറിയാം.